ിലേക്ക് സ്വാഗതം. അടുപ്പിച്ച 3 വർഷങ്ങളിൽ 50 കോടി നേടുന്ന ഏക നടനാകാൻ പോകുന്നു മമ്മൂട്ടി എന്നുള്ളതാണ്. മമ്മൂട്ടി ഓൾ സെറ്റ് ടു ബിക്കം ദ ഫസ്റ്റ് മലയാളം ആക്ടർ ടു ഡെലിവർ 50 crores ഫിലിംസ് ഫോർ 3 years in a row. അങ്ങനെ നോക്കുമ്പോൾ ഭീഷ്മപർവം, കണ്ണൂർ സ്ക്വാഡ്, ഭ്രമയുഗം 3 സിനിമകളാണ് മമ്മൂട്ടിയുടേതായി വരുന്നത്. മറ്റൊരു റെക്കോർഡ് കൂടിയുണ്ട്, 3 സിനിമകളും 100 കോടി കവർ ചെയ്തിരിക്കുന്ന സിനിമകൾ കൂടി എന്നുള്ളതാണ്. ഒരു മമ്മൂട്ടി സിനിമ 100 കോടി അടിച്ചു എന്ന് കളിയാക്കുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മമ്മൂട്ടി സിനിമ ഈ പറയുന്ന തള്ളുകണക്കുകൾ പറയുന്ന ആളുകളുടെ സിനിമയ്ക്ക് മുമ്പ് തന്നെ 100 കോടി അടിച്ചിട്ടുണ്ട്. ബിസിനസ് അടക്കം തള്ളുന്നവർ ഇപ്പോഴും തള്ളിക്കൊണ്ടിരിക്കുന്നു, പൊട്ടുന്ന പടത്തിനും അവർ തള്ളി മറിക്കുന്നു, അത് ഉറപ്പാണ്. പക്ഷേ നടനോ അതിനകത്തിൽ പ്രവർത്തിക്കുന്നവരല്ല, ആരാധകർ, അതായത് അങ്ങനെയുള്ള ആരാധകരാണ് അതിനകത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ മമ്മൂട്ടി എന്ന നടൻ്റെ ഭീഷ്മപർവം എന്ന സിനിമ 100 കോടിക്ക് മുകളിലാണ് ടോട്ടൽ ബിസിനസ് അടക്കം വന്നത്. കണ്ണൂർ സ്ക്വാഡും 100 കോടിക്ക് മുകളിലാണ് ബിസിനസ് അടക്കം വന്നിരിക്കുന്നത്. ഭ്രമയുഗം ഇതാ 80 കോടിക്ക് മുകളിലേക്ക് ബിസിനസ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ടോട്ടൽ ബിസിനസ് വരുമ്പോൾ ഈ സിനിമയും 100 കോടിക്ക് മുകളിലെത്തും. ഇതുവരെ 9 ദിവസത്തെ കളക്ഷൻ പറയുന്നത് ഇന്നത്തെ ദിവസം വൈകുന്നേരമാകുമ്പോഴത്തേക്ക് 48 കോടി ആകുമെന്നാണ് ട്രാക്കേഴ്സ് സഹിതം പറയുന്നത്. എന്താണേലും ഈ വരുന്ന ഞായറാഴ്ച കൊണ്ട് സിനിമ 50 കോടി ക്ലബിലേക്ക് കയറും. അങ്ങനെ ഒരു ചരിത്രം കൂടെ മമ്മൂട്ടി രചിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ 2 മില്യൺ ഉണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കാണുന്നു 5ാമത്തെ തവണ മമ്മൂട്ടിയുടെ 2 മില്യൺ, ഇതിപ്പോൾ 2 മില്യൺ അല്ല 4 മില്യണിലേക്ക് സിനിമ പോകുന്നു. തെലുങ്ക് പതിപ്പും തമിഴ് പതിപ്പും ആ രീതിയിലുള്ള ഒരു വിജയമായി മാറിക്കൊണ്ടിരിക്കുന്നു. കർണാടകത്തിൽ അങ്ങ് പ്രതീക്ഷിച്ച രീതിയിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് കിട്ടിയ അഭിപ്രായങ്ങളിലും. എന്തായാലും ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, മലയാളം വെർഷൻ ഗംഭീരമായിട്ട് തന്നെ ഹോൾഡ് ചെയ്തു പോകുന്നു. കേരളത്തിൽ തിയേറ്റർ കുറയുന്നു എന്നുള്ള ഒരു വ്യാജ പ്രചരണം ഉണ്ടായിരുന്നുവെങ്കിൽ 203 തിയേറ്ററുകളിൽ ഇപ്പോഴും സിനിമ ഓടുന്നു. ഇന്നത്തെ ടിക്കറ്റ് ബുക്കിങ്ങും കാര്യങ്ങളും നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു മികച്ച ബുക്കിംഗ് തന്നെയാണ്. അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്, നല്ല തിരക്കുണ്ടല്ലോ, എന്തുകൊണ്ട് കളക്ഷൻ വരുന്നില്ല? 5ഓളം സിനിമകൾ നിറഞ്ഞു ഓടുമ്പോൾ, നല്ല ലെവലിലുള്ള നല്ല മികച്ച സിനിമകൾ ഓടുമ്പോൾ തീർച്ചയായും ഇടിവ് പലതിനും വരാം എന്നുള്ളതാണ്. അവസാനം ഇറങ്ങുന്ന സിനിമകൾക്ക് കൂടുതൽ കളക്ഷൻ ഉണ്ടാവാം, ബാക്കിയുള്ള സിനിമകൾക്ക് കളക്ഷൻ കുറയും. അതൊക്കെ പ്രതിഭാസം അങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടെ മറ്റുള്ള സിനിമകളെ തള്ളിക്കളയാനോ മറ്റുള്ള സിനിമകൾക്ക് തിയേറ്റർ കൊടുക്കാതിരിക്കാനോ ഈ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകർ ശ്രമിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും മികവ്. കൂടെയുള്ളവരെ കൂടെ കൂട്ടിക്കൊണ്ടുപോവുക എന്നുള്ളത് തന്നെ, അല്ലാതെ വരുമ്പോഴത്തേക്ക് ബാക്കി എല്ലാവരെയും ചവിട്ടി ഒതുക്കിയിട്ട് കയറിപ്പോകാനുള്ള പരിപാടികളായിരുന്നില്ല. എന്താണെങ്കിലും ഈ സിനിമ അവർ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാളൊക്കെ മുകളിലേക്ക് എത്തുന്നു. ഇതൊരു പാൻ ഇന്ത്യൻ മൂവി ആയിട്ടാണ് വരുന്നത്, അതായത് മലയാളത്തിലെ ആദ്യ പാൻ ഇന്ത്യൻ മൂവി അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നു. ഇതിനു മുമ്പ് പലപ്പോഴും നമ്മൾ പാൻ ഇന്ത്യൻ മൂവി എന്ന് കേട്ടെങ്കിൽ അതൊക്കെ വെറുതെ ആയിരുന്നു. ഇതുവരെ മലയാളത്തിൽ ഒരു സിനിമ പോലും ഇങ്ങനെ പാൻ ഇന്ത്യൻ റീച്ചിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ റിലീസ് ചെയ്തിട്ടില്ല എന്നൊരു കാര്യവും കൂടിയാണ്. ഇത് ഉണ്ട്, പക്ഷേ ആ ഒരു രീതിയിൽ ആയിരുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് മാസങ്ങൾ കഴിഞ്ഞിട്ടോ വർഷങ്ങൾ കഴിഞ്ഞിട്ടോ ഒക്കെ നമ്മൾ കേട്ട മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങി എല്ലാ സിനിമകളുടെയും കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. ഇവിടെ ആദ്യമായിട്ട്, അതും ഒരു കേരളത്തിൽ നിന്ന് പുറത്തുള്ള ആളുകളാണ് ഈ സിനിമയുടെ പ്രൊഡക്ഷൻ കമ്പനി എന്നറിയാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ സിനിമ ഈ ഒരു കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നതും. എന്താണേലും തെലുങ്കിൽ സിനിമ ബ്ലോക്ക് ബസ്റ്റർ അടിച്ചിരിക്കുന്നു എന്നാണ്. ആദ്യ ദിനം തന്നെ സിനിമയ്ക്ക് 50 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് തെലുങ്ക് വെർഷനിൽ നിന്ന് മാത്രമായിട്ടുള്ള കളക്ഷൻ വരുന്നത്. USA-യിലും അവർ ആ സിനിമ ഇറക്കിയിരിക്കുന്നു. ഏകദേശം 16ഓളം സെൻറ്ററുകളിലാണ് സിനിമ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ സിനിമയുടെ പാൻ ഇന്ത്യൻ റീച്ച് എന്നുള്ളത്. തമിഴിൽ സിനിമയ്ക്ക് മികച്ച പ്രതികരണം തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. മലയാളം പതിപ്പിനും തമിഴിൽ മികച്ച ഒരു അഭിപ്രായം തന്നെയാണ്. നമ്മൾ കണ്ടു, തമിഴിൽ നിന്ന് 1.5 കോടിക്ക് മുകളിലാണ് മലയാളം പതിപ്പ് നേടിയിരിക്കുന്നത്. തമിഴിലും ഉള്ള പതിപ്പിന് നല്ല കളക്ഷൻ വരുന്നു എന്നുള്ളതാണ്. അതായത് അന്യഭാഷകളിൽ നിന്ന്, അതല്ലെങ്കിൽ നമുക്ക് പറയാം ഔട്ട്സൈഡ് കേരളയിൽ നിന്ന് വരാൻ പോകുന്ന, അതായത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഒരു പക്ഷേ ഈ സിനിമ 10 കോടിക്ക് മുകളിലേക്ക് എത്താൻ ചാൻസുകൾ ഏറെയാണ് എന്നുള്ളത് തന്നെയാണ്. മലയാളം പതിപ്പ് മാത്രമല്ല ബാക്കിയുള്ള പതിപ്പുകളും കൂടെ ചേരുമ്പോഴത്തേക്ക് എന്തായാലും വിദേശ രാജ്യങ്ങളിൽ സിനിമ ഗംഭീര പെർഫോമൻസ് തന്നെ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ വീണ്ടും ഒരു മമ്മൂട്ടി ചിത്രം കൂടെ വിജയമാകുന്നു. തുടർച്ചയായിട്ടുള്ള മമ്മൂട്ടി വിജയങ്ങൾ, ഏകദേശം 15 ചിത്രങ്ങളിൽ 14 ചിത്രങ്ങളും വിജയിച്ച് മമ്മൂട്ടി മുന്നോട്ട് പോകുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രീൻ മീഡിയാസ്.